friends, welcome to our channel Disha Malayali YouTube. ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ 6th ഡേ ആണ്. അപ്പോൾ ഇന്നലെ 5th ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് കുറേ പേര് കമന്റ് സെക്ഷനിൽ ഒരു സംശയം ചോദിച്ചിരുന്നു. 4th ഡേയിലെ വീഡിയോ കണ്ടില്ല, അല്ലെങ്കിൽ എനിക്ക് മാറിപ്പോയതാണ്, ഇന്നലെ 4th ഡേയിലെ വീഡിയോ ആണ് വരേണ്ടതെന്ന് കുറേ പേര് പറഞ്ഞിരുന്നു. അപ്പം മാറിപ്പോയതല്ല കേട്ടോ. 4th ഡേയിൽ നമുക്ക് ഹെയർ വാഷ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ ദിവസത്തെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിരുന്നു 4th ഡേയിൽ നമ്മൾ ഹെയർ വാഷ് ഇല്ല, അത് കാരണം അന്ന് വീഡിയോ ഇല്ലെന്ന് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മാറിപ്പോയതല്ല കേട്ടോ, അന്ന് ഹെയർ വാഷ് ഇല്ലാഞ്ഞതുകൊണ്ട് വീഡിയോ ഇടാഞ്ഞതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ നമ്മുടെ ഒരു റുട്ടീൻ ഒന്ന് പറയാം. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്തത് ഹെയർ ഓയിൽ ഇട്ട് കൊടുത്തു, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു ഹോം മെയ്ഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചെയ്തത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഓയിലൊക്കെ ഇട്ട് അത്യാവശ്യം നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ ഹെയറിനെ വെറുതെ വിട്ട് വാഷ് ചെയ്തില്ല. പക്ഷേ ഞാൻ അന്ന് വീഡിയോ ഇട്ടിരുന്നു, അത് ഒരു പുതിയ ഹോം മെയ്ഡ് ഷാമ്പു ആയിരുന്നു. തേർഡ് ഡേയിൽ വീണ്ടും നമ്മൾ ഹെയർ വാഷ് ചെയ്തു. എന്ത് വെച്ചിട്ടാണ്? പേരയില വെച്ചിട്ട്, നമ്മൾ പേരയിലയുടെ വെള്ളം വെച്ചിട്ട് നമ്മൾ മുടി കഴുകി. 4th ഡേയിൽ ഹെയർ വാഷ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അന്നത്തെ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്തു. പ്രത്യേകിച്ച് ഒരു വീഡിയോ ആ 4th ഡേയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 5th ഡേയിൽ വീണ്ടും നമുക്ക് ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തത് ഇന്നലെ ഇട്ട ആ ക്യാരറ്റിൻ്റെ പാക്കാണ്. ഇന്ന് 6th ഡേ. ഇന്ന് നമുക്ക് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ ഓൾറെഡി ആ വീഡിയോ ചെയ്തതുകൊണ്ട് ഇന്നും അതേ വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഓയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചെയ്തില്ലേ, അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ഓയിൽ ചെയ്യുന്ന വീഡിയോ അല്ല കാണിക്കുന്നത്, പകരം ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു DIY ഹെയർ കണ്ടീഷണർ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ മുടിയൊക്കെ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ മുടി ഡ്രൈ ആകാതെ, സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും വരാതെ, പൊട്ടിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു DIY ഹെയർ കണ്ടീഷണർ ആണ്. അപ്പോൾ നമുക്ക് ആ റെമഡി എന്താണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെലൈക്കൺ വരും, അത് കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് അപ്പം തന്നെ കാണാനും പറ്റും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടുന്നത് അലോവേര ജെല്ലാണ്. അപ്പം ഞാനിത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. അതല്ല ഫ്രഷ് അലോവേര ആണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ആയുർവേദിക് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് അലോവേര ജെൽ വേണമെങ്കിലും എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ്. അതൊരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് ആയുർവേദ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഗ്ലിസറിൻ നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും വളരെയധികം നല്ലതാണ്. ഞാൻ ഇനി ഇത് രണ്ടും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. കാരണം ഞാൻ ഈ മേടിച്ച അലോവേര കുറച്ച് തിക്കാണ്. അപ്പൊ അത് സ്പൂൺ കൊണ്ടിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്കും അത്ര ഇവിടെ മിക്സ് ആവുന്നില്ല. അത് കാരണം ഞാനത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്നുകൂടെ അടിച്ചെടുത്തു. ഇനി നമ്മൾ നേരത്തെ റോസ് വാട്ടർ ചേർത്തില്ലേ, അതേ സെയിം അളവിൽ തന്നെ ഇതിനകത്തേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജോജോബ ഓയിലാണ്. ഇത് ആരോമാറ്റിക്കിന്റെ ജോജോബ ഓയിലാണ്. അപ്പൊ ഇതൊരു 8 ഡ്രോപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഹെയറിനെ ഡ്രൈ ആകാതെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഇത് വളരെയധികം നല്ലതാണ്. അപ്പൊ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇത് എന്തായാലും എല്ലാവരും മേടിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ സ്കിന്നിനും ഹെയറിനും വളരെയധികം നല്ലതാണ്. അപ്പൊ ഞാൻ എന്റെ ലിങ്ക് കൊടുത്തേക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു 5 ഡ്രോപ്പ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു യൂക്കാലിയുടെ ഒരു സ്മെല്ലാണ്. അപ്പൊ ആ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർത്ത് കൊടുക്കണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പമ്പ് ടൈപ്പിലുള്ള ബോട്ടിൽ ഉണ്ടല്ലോ, അതിലേക്കോ നമുക്കിത് മാറ്റാവുന്നതാണ്. നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ ഇത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കായാലും ഇത് ഉണ്ടാക്കി കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ നമുക്കിത് കുളി കഴിഞ്ഞിട്ട്, അതായത് ഷാമ്പു ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഒരുപാട് ഡ്രൈ ആകണ്ട,
ഏകദേശം ആ നനവും ഒക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ കെമിക്കൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആകാറുണ്ട്. അങ്ങനെ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ കെമിക്കൽ കണ്ടീഷണർ കൂടെ ആകുമ്പോൾ അത് അതിനേക്കാൾ പ്രശ്നമാണ്, നമ്മുടെ മുടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ മുടിയുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി നമ്മുടെ ഹെയറിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സിന്റെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ്. ഇത് നമുക്കിപ്പോ പുറത്തു പോകുമ്പോഴും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷണർ ആണ്. അപ്പൊ ഇത് നമ്മുടെ മുടിയിൽ എന്താ പറയാ ഫുള്ളായിട്ട് നമ്മുടെ ഹെയറിലും അതുപോലെ തന്നെ ഹെയറിന്റെ ടിപ്പിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോ ഹെയർ വാഷ് ചെയ്യാത്ത ഡേയ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ മുടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈ ആകത്തില്ല, എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.